ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഞങ്ങള് ഇവിടെ പള്ളി പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. പള്ളി പോകാൻ വേണ്ടി മുറിച്ചു റെഡി ആയിട്ടുണ്ട്. ഇന്നലെ അവളെ എല്ലാവർക്കും മെഹന്തി ഇട്ട് കൊടുത്തു, പക്ഷെ അവൾക്ക് മാത്രം മെഹന്തി ഇടാനുള്ള നേരം കിട്ടില്ല. പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എഡിംബ്രയിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ചെറിയ പെരുന്നാളാണ്. നേരം വൈകിയ സ്ഥലം കിട്ടില്ലാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ വന്നത്. പക്ഷെ അപ്പോഴേക്കും അവിടെ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടാ ഞങ്ങൾ ഇന്തോനേഷ്യയിൽ എത്തി തോന്നും. അതൊരു ഫാമിലി ഫോട്ടോ എടുക്കുകയാണ്. എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ, ആദ്യത്തെ ഷാക്കിറിന് തന്നെ ഇരിക്കട്ടെ. ഇനി ലൈറ്റ് ആയ ഉള്ളിൽ കയറാൻ പറ്റില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം പള്ളിയുടെ ഉള്ളിൽ കയറി. നിസ്കാരം കഴിഞ്ഞ് ഹുത്തുമ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പായാൻ തുടങ്ങി. പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ എഡിംബ്രത്തെ മെയിൻ കമാലിനെ കണ്ടത്. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിരുന്ന ജനങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് മുസ്ലിംസ് ഉള്ളതുകൊണ്ട് തന്നെ 4 തവണകളായിട്ട് നിസ്കാരം ഉണ്ടായി. അടുത്തത് ഇനി ഫോട്ടോഷൂട്ടാണ്. മുർഷിപ്പോൾ അവളുടെ കൈയിന്റെ മുഞ്ചു നോക്കിയിരിക്കും. നിസ്കാരവും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് വീട്ടിലെത്തി. നീ അടുത്ത ഫുഡിന്റെ പരിപാടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്താ മുർഷിയെ? സംഭവം എന്താന്ന് വെച്ചാല് ഇന്ന് ഫുഡ് സബാട്ടിയുടെ വീട്ടിൽ, അതിലേക്കുള്ള ഒരു ഷെയർ ആണ് ഇപ്പൊ ഞങ്ങളും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ സബാട്ടിയുടെ വീട്ടിലെത്തി. ഫുഡ് കഴിക്കാൻ വേണ്ടി അവർക്ക് ഞങ്ങളെ കാത്തിരിക്കരുത്. സബാട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറെ പറയാനുണ്ട്. ഇപ്പൊ സമയമില്ല, പിന്നെ പറയാം. നമ്മുടെ സയലിന്റെ വകയാണ് ബിരിയാണി. സൂപ്പർ ബിരിയാണി. കണ്ടമാന സ്ഥലമായിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കണം. അത്ര ചെക്കന്മാരുടെ കൂന്തളിപ്പോയി. മാഹിറിന് കളിക്കാൻ വേണ്ടി അടിച്ച ഷീറ്റാണ്. എന്തായാലും ഞങ്ങൾക്ക് അത് മുതലായി. അപ്പൊ അടുത്ത ഇനി ഫുഡിന്റെ പരിപാടിയാണ്. ഈ ബിരിയാണി ചെമ്പ് പൊട്ടിക്കണില്ലേ, ഓനാണ് ദിയാബ്. എല്ലാരും എത്തി ഫുഡ് വിളമ്പാൻ തുടങ്ങി. ആ ഫുഡിന്റെ കൈ കിട്ടിയപ്പോ ദിയാബിന്റെ സന്തോഷം കണ്ടില്ലേ, ആളൊരു സംഭവമാണ്. സെഹലിന്റെ ബിരിയാണി തിന്നാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് വരെ വന്നവരൊക്കെ ഉണ്ട്. കാരണം അത്രക്ക് ഫേമസ് ആണ്. ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയിക്കായിരുന്നു. പെരുന്നാളിന് ഞങ്ങളെക്കാളും വലിയ ഷെഡ്യൂളാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ട് അവർ വന്നു. പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.